Okay. Next step വരുന്ന step 5. Thickness of floor thickness by Kosla's theory. ഈ സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓപ്ഷണൽ ആണ്. അതായത് ക്വസ്റ്റ്യനകത്ത് നമുക്കിപ്പോൾ തന്ന ക്വസ്റ്റ്യനകത്ത് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടില്ല. അല്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ കണ്ടുപിടിച്ച ഫ്ലോർ തിക്നെസ് കറക്റ്റ് ആണോ എന്ന് കോസ്ലാസ് തിയറി ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓപ്ഷണൽ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനകത്ത് കോസ്ലാസ് തിയറി എടുക്കുമ്പോൾ സേഫ് എക്സിറ്റ് ഗ്രേഡിയന്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കണം. ഇതും തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചെക്ക് ദി ഫ്ലോർ തിക്നെസ് ബൈ കോസ്ലാസ് തിയറി എന്ന് ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോസ്ലാസ് തിയറി സേഫ് എക്സിറ്റ് ഗ്രേഡിയന്റ് 1/5 ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്ലാസ് തിയറി അനുസരിച്ച് എക്സിറ്റ് ഗ്രേഡിയന്റ് ഇക്വേഷൻ ആണ് 1/πλ × HL/d2. വേറെ എച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സീപ്പേജ് ഹെഡ്. ദെൻ D2 എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലെ കട്ട് ഓഫ് ആണ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്താ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1/πλ കണ്ടുപിടിക്കുക. 1/πλ എഴുതുമ്പോൾ എങ്ങനെ വരും, h/d2 അപ്പുറത്ത് പോകും. സോ GE × d2 / h. വേറെ GE വാല്യൂ 1/5 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. ഡൗൺ സ്ട്രീം സൈഡിലെ കട്ട് ഓഫ് 1.5 ആയിട്ടാണ് എടുത്തത്. എച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 2.42. അപ്പൊ നമുക്ക് ഇതിന് πλ വാല്യൂ 0.1239 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0.13 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മൾ കോസ്ലാസ് ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം 1/πλ വാല്യൂ എത്രയാണോ കിട്ടിയത് അതിനെ ബേസ് ചെയ്തിട്ട്, സോ നേരെ ചാർട്ടിലേക്ക് പോവാം. ചാർട്ട് എടുത്താൽ ഇതാണ് ചാർട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടിയത് 0.13 ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കുക. അപ്രോക്സിമേറ്റ്ലി 0.13 ക്വസ്റ്റ്യനകത്ത് 0.13 ഇവിടെ എവിടെയാണോ ഈ കർവിൽ മീറ്റ് ചെയ്യുന്നത്, ഏതിന്റെയാ 1/πλ കർവിൽ മീറ്റ് ചെയ്യുന്നത്, താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആൽഫ = b/2 കിട്ടും. 0.13ക്ക് കറസ്പോണ്ടിങ് ഈ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നത് ആൽഫ കിട്ടും. ആൽഫയുടെ വാല്യൂ b/d, അത് നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സ്കെയിൽ വെച്ച് നോക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 10.5 എന്ന് കിട്ടും. 10.5. അപ്പൊ ആൽഫയുടെ ഇക്വേഷൻ എന്താണ്, ആൽഫ ഈസ് b/d. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, b/d ആണ്. സോ അതിനകത്ത് ആൽഫ ഇപ്പൊ നമുക്ക് എത്രയായിട്ട് കിട്ടി, 10.5 എന്ന് കിട്ടി. ആൻഡ് ഡി കണ്ടുപിടിക്കണം. അതിൽ വാട്ട് ഇസ് ഡി? ഡി എന്ന് പറഞ്ഞാൽ ഡി വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺ സ്ട്രീം സൈഡിലെ ദാറ്റ് ഇസ് എന്താ, ഡൗൺ സ്ട്രീം സൈഡിലെ കട്ട് ഓഫ് D2 ആണ് ഈ ഡി എന്ന് പറയുന്നത്. അത് എത്രയാണ്, 1.5 ആണ് കേട്ടോ, 1.5 ആണ്. സോ ബി ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി ബിയുടെ വാല്യൂ കിട്ടുന്നത് 15.75 ആണ്. ഓക്കെ, 15.75. അപ്പൊ നമ്മൾ കൊടുത്ത ഫ്ലോറിന്റെ ടോട്ടൽ ലെങ്ത് 15 ആണ് നമുക്ക് കിട്ടിയത്. ടോട്ടൽ ഫ്ലോർ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചത് 15 ആണ്. പക്ഷെ കോസ്ലാസ് തിയറി അനുസരിച്ച് നോക്കുവാണെങ്കിൽ 15 പോരാ, ഏറ്റവും കുറഞ്ഞ ലെങ്ത് എത്ര വേണം, ദാറ്റ് ഇസ് ബി എന്ന് പറയുന്നത് 15.75 വേണം. സോ പ്രൊവൈഡ് ആൻ എക്സ്ട്രാ ലെങ്ത് ഓഫ് 0.75 മീറ്റേഴ്സ് എന്ന് മെൻഷൻ ചെയ്യാം. അപ്പൊ ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ്, ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം വിങ്. ഡൗൺ സ്ട്രീം വിങ് അതായത് ഇതാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ സർദാർ സ്പോൾ ട്രപ്പിസോഡൽ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഡൗൺ സ്ട്രീമിൽ നമ്മൾ കൊടുക്കുന്ന വിങ്സിന്റെ ഡിസൈൻ ആണ് പറയുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരുന്ന വിങ്സ്. കീപ് ഡൗൺ സ്ട്രീം വിങ് വെർട്ടിക്കൽ ആയിട്ട് വേണം അത് കീപ്പ് ചെയ്യാൻ. ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം വിങ്, ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ കൊടുക്കുന്ന വിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 × √E × HL. വേറെ E എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എനർജി, അത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. HL എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ്, അത് 1.5, ഇത് നമ്മൾ ഈ മുമ്പത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി 7 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം വിങ്, അതായത് ചാനൽ ഫ്ലോ ചെയ്ത് പോകുന്നു. സോ ഫ്ലോ ചെയ്ത് പോകുന്ന ചാനലിൽ ഈ ഡൗൺ സ്ട്രീമിലെ വിങ് വോളിന്റെ ലെങ്ത് എത്ര കൊടുക്കണം, നമ്മൾ ഏറ്റവും കുറഞ്ഞത് 7 മീറ്റേഴ്സ് കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദി വിങ് ഷുഡ് ബി റാപ്ഡ് ടു 1:1 സ്ലോപ്പ് അറ്റ് എ സ്പ്ലേ ഓഫ് 1:3. അതായത് ഇനി വരുന്ന വിങ്സ് സ്ട്രെയിറ്റ് ആണോ, അല്ല, ഇത് നമ്മൾ ചെറിയ ഇൻക്ലിനേഷനോടെയാണ് കൊടുക്കുന്നത്. അതിന്റെ സ്ലോപ്പ് 1:1 വിത്ത് എ സ്പ്ലേ ഓഫ് 1:3. ഇനി ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് ഡൗൺ സ്ട്രീം വിങ് വോൾ എബവ് ദി ബെഡ്. അപ്പോൾ ബെഡ് ലെവലിൽ നിന്നും
ഇനി നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് ബെഡ് ലെവൽ. ഈ ബെഡ് ലെവലിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഹൈറ്റ് എത്ര വേണം, വിങ് വോളിന്റെ ഹൈറ്റ് എത്ര വേണം. ഇപ്പൊ ഡെപ്ത് ഓഫ് വാട്ടർ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് നമ്മുടെ ക്രസ്റ്റ് വോൾ ഇങ്ങനെ നിൽക്കുന്നു, സിസ്റ്റേൺ, ഇതാണ് ബെഡ്. ഇതില് വെള്ളം എത്ര ലെവൽ വരെ ഉണ്ട് അത് ക്വസ്റ്റിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. 1.8 ആണ് ഡെപ്ത് എന്ന്. ഫുൾ സപ്ലൈ ഡെപ്ത് എത്രയാണ്? 1.8. നമ്മൾ ട്രഫ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒരു ഫ്രീ ബോർഡ് കൂടെ കൊടുക്കും. വാട്ടറിന്റെ ഡെപ്ത് എത്രയാണോ അത് കൂടാതെ ഒരു ഫ്രീ ബോർഡ് നമ്മളിവിടെ 0.5 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതും കൂടെ കൊടുക്കുന്നതായിരിക്കും ടോട്ടൽ ഹൈറ്റ് ഓഫ് വിങ് എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീം സൈഡിലെ വിങ്. സോ 1.8 പ്ലസ് നമ്മൾ അസ്യൂം ചെയ്ത് 0.5 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.3 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി അവിടെയും യൂസിങ് എ സ്പ്ലേ ഓഫ് 1/3 ലെങ്ത് ഓഫ് റാപ്പ് വിങ് മെഷറിംഗ് അലോങ് സെൻട്രൽ ലൈൻ ഓഫ് ദി ചാനൽ. അതായത് അവിടെ നമ്മൾ എന്താ റാപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. സോ ഇതിന്റെ ലെങ്ത് എത്ര കിട്ടി, ഹൈറ്റ് എത്ര വേണം? 2.3 വേണം. സ്പ്ലേ നമ്മൾ കൊടുത്തത് 1/3 ആണ്. സോ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ 2.3 into 3 ഇസ് അപ്രോക്സിമേറ്റ്ലി 7 meters വേണം. നെക്സ്റ്റ് ഡൗൺ സ്ട്രീം പിച്ചിങ്. അതായത് ഇവിടെ നമ്മൾ ക്രസ്റ്റ് വോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ബെഡ് സൈഡിൽ നമ്മൾ ബെഡ് പിച്ചിങ് കൊടുക്കും. ഈ ബെഡ് പിച്ചിങ്ങിന്റെ ആണ് നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുന്നത്. സോ ബെഡ് പിച്ചിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എച്ച് വാല്യൂ ആണ്. ബേസ്ഡ് ഓൺ എച്ച് വാല്യൂ ബെഡ് പിച്ചിങ്ങിന് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ നോക്കുക. നമ്മുടെ എച്ചിന്റെ വാല്യൂ 0.88 ആണ്. സോ 0.88 വാല്യൂ ഇതിൽ എവിടെയാ വരുന്നത്? ഇതാ നോക്കിയേ, 0.75നും 0.9നും ഇടയ്ക്കാണ്. സോ ബെഡ് പിച്ചിങ്ങിന്റെ വാല്യൂ അല്ലെങ്കിൽ ബെഡ് പിച്ചിങ് ലെങ്ത് നമ്മൾ എത്ര കൊടുക്കണം? 9 + 2 HL. HL ഇസ് ഹെഡ് ലോസ്. അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1.5 എന്ന്. സോ 9 + 2 HL ചെയ്യുമ്പോൾ 9 + 2 HL ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ബെഡ് പിച്ചിങ്. അതായത് ഇവിടുന്ന് കഴിഞ്ഞ് ബെഡ് പിച്ചിങ്ങിന് നമ്മൾ എത്ര ലെങ്ത് കൊടുക്കണം എന്നുള്ളതാണ് കിട്ടുന്നത് 6 meters. ഈ 6 meters നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 6 metersൽ ഒരു ഹാഫ് സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ നമ്മൾ സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ ഹാഫ് സ്ലോപ്പിങ്ങും ഹാഫ് ഹൊറിസോണ്ടൽ ലെങ്തും ആയിരിക്കും കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോ വോൾ പിച്ചിങ്. ടോ വോൾ പിച്ചിങ് എന്ന് പറയുമ്പം ഈ ഇതേപോലെ ഇതായത് ജസ്റ്റ് ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതെന്താ ഞാൻ പറഞ്ഞ ഫുൾ സ്ട്രെയിറ്റ്. ഇവിടെ നമ്മൾ ബെഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കൊടുക്കുന്ന വോൾസിന്റെ ആണ് ഡിസൈൻ നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, ആ വോളിന്റെ ഡിസൈൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി ടോ വോൾ പിച്ചിങ്. ടോ വോൾ പിച്ചിങ് എന്ന് പറയുമ്പോൾ ടോ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന വോൾ. ടോ സൈഡ് എന്ന് പറയുമ്പോൾ ഏതാ? നമുക്കറിയാം ക്രസ്റ്റ് വോൾ. ഇങ്ങനെയാണ് ക്രസ്റ്റ് വോൾ ഇരിക്കുന്നതെങ്കിൽ ക്രസ്റ്റ് വോൾ ഇതാണ് ടോ പോർഷൻ. ടോ പോർഷന്റെ ഈ സൈഡിൽ വരുന്ന സൈഡിലെ വോൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ടോ വോൾ പിച്ചിങ് എന്ന് പറയുമ്പോൾ അസ്യൂം ചെയ്യുവാണ് ഒരു 0.4 തിക്നെസ്സും 1 meter ഡെപ്തും ഉള്ള ഒരു വോൾ ഡൗൺ സ്ട്രീമിന്റെ ടോ സൈഡിൽ കൊടുക്കുക. ഇനി അതിന്റെ സൈഡ് പിച്ചിങ്. സൈഡിലുള്ള പിച്ചിങ് എന്ന് പറഞ്ഞാൽ 200 mm തിക് സൈഡ് പിച്ചിങ് ടു എ സ്ലോപ്പ് ഓഫ് 1.5:1 അറ്റ് 45 degree ഫ്രം എൻഡ് ഓഫ് ബെഡ് പിച്ചിങ്. അതും ജസ്റ്റ് നിങ്ങൾ ഫിഗർ കാണുമ്പോൾ അത് മനസ്സിലാവും. സർദാർ ഫോളിന്റെ ഡിസൈനകത്ത് ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. ബെഡ് പിച്ചിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ചരിച്ച് സ്ലോപ്പ് കൊടുത്തിട്ട് ഈ സ്ലോപ്പ് 1.5:1 ആയിരിക്കും. പിന്നെ ഇത് ബെഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 degree ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്മിങ് ടു എനർജി ഡെസിപ്പേറ്റേഴ്സ്. വാട്ട് ഈസ് എനർജി ഡെസിപ്പേറ്റേഴ്സ്? അതായത് ഡിസ്ചാർജ് ഭയങ്കര ഹൈ ആയിട്ടുള്ള കേസസിൽ ഈ അപ്സ്ട്രീം സൈഡിൽ നിന്നും ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വെള്ളം നല്ല എനർജിയിലാണ് വരുന്നത്, നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഈ ബെഡിന് നമുക്ക് ഡാമേജസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എനർജി ഡെസിപ്പേറ്റേഴ്സ് കൊടുക്കും. അതായത് ചെറിയ ക്യൂബ് ബ്ലോക്സ്, ഫ്രിക്ഷൻ ബ്ലോക്സ് പല ഡിസ്റ്റൻസ് മാറ്റി നമ്മൾ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ വെള്ളം വന്ന് ഈ എനർജി ഡെസിപ്പേറ്റേഴ്സിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറെ എനർജി അങ്ങനെ ഡെസിപ്പേറ്റ് ചെയ്ത് പോകും. അതിനെയാണ് എനർജി ഡെസിപ്പേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എനർജി ഡെസിപ്പേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 rows ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്സ് ഇൻ സിസ്റ്റേൺ. അതായത് വാട്ടർ കുഷനിൽ 2 row ഫ്രിക്ഷൻ ബ്ലോക്സും പിന്നെ എൻഡ് ഓഫ് ദി ഇംപെർവിയസ് ഫ്ലോർ ഡൗൺ സ്ട്രീം എൻഡിൽ നമ്മൾ 2 row ക്യൂബ് ബ്ലോക്സും കൊടുക്കും. അപ്പൊ എന്തൊക്കെയാണ്? ഫ്രിക്ഷൻ ബ്ലോക്സും ക്യൂബ് ബ്ലോക്സും ആണ് കൊടുക്കുന്നത്. ഫ്രിക്ഷൻ ബ്ലോക്സ് കൊടുക്കുന്നത് വാട്ടർ കുഷ്യനകത്തും എൻഡ് ഓഫ് ഡൗൺ സ്ട്രീമിന്റെ എൻഡിലായിട്ട് ക്യൂബ് ബ്ലോക്സും കൊടുക്കും. ഇനി ഇത് രണ്ട് നമ്മൾ കൊടുക്കുന്നത് DC എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് ഈസ് DC? ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രിക്ഷനും ക്യൂബ് ബ്ലോക്സിന്റെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Q²/G ദി ഹോൾ റേസ് ടു 1/3. ഇക്വേഷൻ നോട്ട് ചെയ്യുക, Q²/G ദി ഹോൾ റേസ് ടു 1/3. വേർ Q എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിസ്ചാർജ് ആണ്. യൂണിറ്റ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ B. ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ബെഡ് വിഡ്ത്ത് ആണ് 28. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Qന്റെ വാല്യൂ കിട്ടും. അതെടുത്ത് ഈ DC-യിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.64 അപ്രോക്സിമേറ്റ് ചെയ്താൽ 0.7 meter എന്ന് കിട്ടും.
സോ ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടി. ക്രിട്ടിക്കൽ ഡെപ്ത് കിട്ടിയാൽ ഇനി ഫ്രിക്ഷൻ ബ്ലോക്സിന്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? ഫ്രിക്ഷൻ ബ്ലോക്സിന്റെ സൈസും പൊസിഷനും. ഫ്രിക്ഷൻ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഡി സി ആയിരിക്കും. ഓക്കെ, 2 ഇൻറ്റു ഡി സി എത്ര? 0.7. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി സി എത്രയാണോ അത് തന്നെയാണ് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി സി എത്രയാണോ അത് തന്നെയാണ് ഹൈറ്റ് ആയിട്ടും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഈ ഫിഗർ നോക്കുക. ഇതാണ് നമ്മുടെ ക്രസ്റ്റ് വോൾ. ക്രസ്റ്റ് വോളിൽ വാട്ടർ കുഷ്യൻ, ഇതിനകത്ത് കൊടുക്കുന്ന ഫ്രിക്ഷൻ ബ്ലോക്സ്. ഇതാണ് ഫ്രിക്ഷൻ ബ്ലോക്സ്. ഈ ഫ്രിക്ഷൻ ബ്ലോക്സിന്റെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്രിക്ഷൻ ബ്ലോക്കിന്റെ ഡയമെൻഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ലെങ്ത് എത്ര വേണം? ഇത് ലെങ്ത് എത്ര വേണം? 1.4 മീറ്റർ ലെങ്ത് വേണം. പിന്നെ അതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്ത് ഒന്നുകൂടെ വരയ്ക്കാൻ ക്ലിയർ ആയിട്ട്. ക്രസ്റ്റ് വോൾ, വാട്ടർ കുഷ്യൻ, ഇതാണ് നമ്മുടെ വാട്ടർ കുഷ്യൻ അല്ലെങ്കിൽ സിസ്റ്റേൺ. ഇതിനകത്തിരിക്കുന്ന ഫ്രിക്ഷൻ ബ്ലോക്ക്. ഫ്രിക്ഷൻ ബ്ലോക്ക് എത്രയാണ്? ഇതിന്റെ പുറകോട്ടുള്ള ലെങ്ത് നോക്കിയാൽ 1.4. ഇതിന്റെ ഇവിടുത്തെ വിഡ്ത്ത് എത്ര വേണം? 0.7. ഇതിന്റെ ഹൈറ്റ് എത്ര വേണം? 0.7. ഈ വിഡ്ത്തും ഈ ഹൈറ്റും 0.7. ഇനി പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്, ഡിസ്റ്റൻസ് ഫ്രം ടോയ് ഓഫ് ക്രസ്റ്റ് വോൾ. ഏതാണ് ടോ പോർഷൻ? ഇതാണ് ടോ പോർഷൻ. ടോ പോർഷനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കണം? 1.5 ഡി സി. 1.5 ഡി സി എന്ന് പറയുമ്പോൾ 0.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മീറ്റർ. അതായത് ഇതാണ് ക്രസ്റ്റ് വോൾ എങ്കിൽ ഇതാണ് നമ്മുടെ ക്രസ്റ്റ് വോൾ. ക്രസ്റ്റ് വോളിൽ ഇവിടെയാണ് നമ്മൾ ഫ്രിക്ഷൻ ബ്ലോക്ക് കൊടുക്കുന്നത്. ഈ ഫ്രിക്ഷൻ ബ്ലോക്ക് ടോയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കണം നിൽക്കുന്നത്? 1 മീറ്റർ ഡിസ്റ്റൻസ് മാറിയായിരിക്കണം നിൽക്കുന്നത്. അതാണ് ഫ്രിക്ഷൻ ബ്ലോക്ക്. സോ പ്രൊവൈഡ് 2 rows ഓഫ്, ഇത് എത്ര റോയാ കൊടുക്കുന്നത്? 2 റോ സ്റ്റാഗേർഡ് അങ്ങും ഇങ്ങും ആയിട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ദി ടോയ് ഓഫ് ദി ക്രസ്റ്റ് വോൾ. ഇനി ഇതേപോലെ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ക്യൂബ് ബ്ലോക്സ്. സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ക്യൂബ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇത് നമ്മൾ സിസ്റ്റേണിലാണ് കൊടുത്തത്. ഇനി ഈ ബെഡിന്റെ എൻഡിലേക്കായിരിക്കും നമ്മൾ ക്യൂബ് ബ്ലോക്സ് കൊടുക്കുന്നത്. ക്യൂബ് ബ്ലോക്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1/10 ഡി. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് എത്രയാ? 1.8 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ 1.18 അപ്രോക്സിമേറ്റ്ലി 2. വിഡ്ത്തും 1.10, 1/10 ഓഫ് ഡി, ഹൈറ്റും 1/10 ഓഫ് ഡി. ഇതെല്ലാം എത്ര തന്നെ വരും? 0.2. അപ്പൊ ഇവിടെയും എങ്ങനെയാണ്? സ്റ്റാഗേർഡ് ആയിട്ട് 2 rows ഓഫ് ക്യൂബ് ബ്ലോക്സ് കൊടുക്കുക ഇംപെർവിയസ് ഫ്ലോറിന്റെ എൻഡിലോട്ട്. ഇനി നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് സ്റ്റെപ്പ്, അപ്സ്ട്രീം അപ്രോച്ച്. അപ്സ്ട്രീം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. R is equal to 6h. 6 into h. ക്യാപിറ്റൽ H നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടും 5.28 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, 5.82 മീറ്റേഴ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന അപ്സ്ട്രീം അപ്രോച്ച്, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചാനൽ, ഇതിലാണ് സർദ വരുന്നത്. ഇതിലെ ഡൗൺ സ്ട്രീമിന്റെ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തു. ഈ വിങ് വാൾ എല്ലാം നമ്മൾ പറഞ്ഞു. അപ്സ്ട്രീമിന്റെ അപ്രോച്ചിനെ പറ്റിയാണ് പറയുന്നത്. ഈ അപ്സ്ട്രീം വിങ് എന്ന് പറയുന്നത് അത് ഒരു അതിന്റെ റേഡിയസ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. 5.28 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. അതായത് 5.28 റേഡിയസ് വേണം. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതൊരു സർക്കിൾ ആയിട്ട് അങ്ങോട്ട് വരച്ചാൽ, ഓക്കെ, ഇതിനെ ഇപ്പം ഇതാണ് നമ്മുടെ അപ്സ്ട്രീം വിങ് എങ്കിൽ ഇതിനെ ഒരു സർക്കിൾ ആയിട്ട് വരച്ചാൽ, എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് സെന്ററിലോട്ട് എത്ര ആംഗിൾ സബ്ടെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 60 ഡിഗ്രി വിത്ത് ദി സെന്റർ. ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കണം? 5.28 ആയിരിക്കും. അപ്പൊ അതാണ് അപ്സ്ട്രീം. ഇനി ഫിഗർ മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി ഫിഗർ വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡിസൈൻ സ്റ്റെപ്സ് കൺസെപ്റ്റ് ക്ലിയർ ആവും.